ഇപ്പോൾ SFIയുടെ പ്രതിഷേധം നടക്കുകയാണ്. PM ആർഷോ ബാനറുകൾ വലിച്ചു കെട്ടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലെ SFI ബാനർ കുറച്ചു മുമ്പ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം പോലീസ് നീക്കിയിരുന്നു. ബാനർ നീക്കാത്തതിൽ പോലീസിനോട് ഗവർണർ തട്ടിക്കയറുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതേസമയം ഗവർണർ അഴിപ്പിച്ച ബാനർ വീണ്ടും കെട്ടുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ആ ബാനർ വലിച്ചു കെട്ടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ PM ആർഷോയുടെ നേതൃത്വത്തിൽ SFI പ്രവർത്തകർ ബാനർ വലിച്ചു കെട്ടുകയാണ്. ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ SFIയുടെ പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് ക്ഷുഭിതരായി ഗവർണർ പോലീസിനോട് തട്ടിക്കയറുന്ന സാഹചര്യമുണ്ടായി അല്പം മുമ്പ്. അതായത് ഈ ബാനറുകൾ അഴിച്ചു മാറ്റണമെന്ന് ഗവർണർ രാവിലെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ബാനർ അഴിച്ചു മാറ്റിയിരുന്നില്ല. തുടർന്ന് ഗവർണർ ക്ഷുഭിതനായി പോലീസ് മേധാവിയോടക്കം ചൂടാവുകയും തുടർന്ന് ബാനർ അഴിച്ചു മാറ്റുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും ബാനർ PM ആർഷോയുടെ നേതൃത്വത്തിൽ വലിച്ചു കെട്ടുകയാണ്. കറുത്ത ബാനറാണ് വലിച്ചു കെട്ടുന്നത്. ഗവർണർ അഴിപ്പിച്ച ബാനർ വീണ്ടും കെട്ടുമെന്ന് PM ആർഷോ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ നവകേരള സദസ്സിൽ സംസാരിച്ച മുഖ്യമന്ത്രിയും ഗവർണർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. കണ്ണൂരിനെക്കുറിച്ച് ഗവർണർക്ക് ശരിക്കും അറിയാമോ എന്നതടക്കമുള്ള കണ്ണൂരിൽ നിന്ന് വളർന്നു വന്ന നേതാക്കളുടെ അടക്കം പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ സ്വാലിഹ് കൂടിച്ചേരുന്നു. സ്വാലിഹ്, ഇപ്പോൾ SFIയുടെ ശക്തമായ പ്രതിഷേധം PM ആർഷോയുടെ നേതൃത്വത്തിൽ ബാനർ വലിച്ചു കെട്ടുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് പ്രേക്ഷകർ കാണുന്നത്. എന്താണ് വിശദാംശങ്ങൾ? SFI പ്രവർത്തകർ ബാനർ നേരത്തെ വലിച്ചു കളഞ്ഞ ബാനർ ഇപ്പോൾ ബാരിക്കേഡിന് സമീപത്തായി, പ്രധാന കവാടത്തിന് സമീപത്തായി വീണ്ടും ഉയർത്തുകയാണ്. ഡൗൺ ഡൗൺ ചാൻസലർ എന്നെഴുതിയ ബാനറാണ് പുതിയതായി കെട്ടുന്നത്. 3 ബാനറുകളാണ് നേരത്തെ സർവകലാശാലയുടെ കവാടത്തിൽ സ്ഥാപിച്ചിരുന്നത്. അത് 3 എണ്ണവും SPയുമായി നേരിട്ടെത്തി ഗവർണർ തന്നെ നേരിട്ട് അഴിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് SPയെ വളരെ രൂക്ഷമായി ശകാരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ VCയെയും വൈസ് ചാൻസലറെയും ഗസ്റ്റ് ഹൗസിലേക്ക് ഗവർണർ വിളിച്ചു വരുത്തി രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചാണ് വൈസ് ചാൻസലറോട് ഉൾപ്പെടെ ശകാരം ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് SFIയുടെ മാർച്ച് വരുന്നത്. സർവകലാശാലയിൽ വലിയ പോലീസ് സന്നാഹം ഉണ്ട്. പോലീസിനെ എല്ലായിടത്തും കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസ് പരിസരത്തേക്ക് ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഗവർണർ ഇത് നീക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇത് പിന്നീടും വൈകിയതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത്. ആർഷോയുടെയും അബ്ദുലിന്റെയും എല്ലാം നേതൃത്വത്തിൽ SFI പ്രവർത്തകർ വന്ന് വീണ്ടും കവാടത്തിന് സമീപത്തായി അതേ ഉയരത്തിൽ ആ ബാനർ സ്ഥാപിക്കുകയാണ്. പോലീസുണ്ട്, വലിയ പോലീസ് സന്നാഹമുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് പോലീസ് ഉള്ളത്. ഈ ബാനർ കെട്ടുന്നത് പോലീസ് ശ്രമിക്കും. നാളെ നേരം പുലരുന്നതിനകം കാലിക്കറ്റ് സർവകലാശാലയിലെ SFI ബാനർ വീണ്ടും കെട്ടുകയാണ്. PM ആർഷോയുടെ നേതൃത്വത്തിൽ SFIയുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രതിഷേധവുമായി ബാനർ കെട്ടുകയാണ്. ഇപ്പോൾ PM ആർഷോയാണ് നേതൃത്വം നൽകുന്നത്. ക്ഷുഭിതനായി ഗവർണർ പോലീസ് മേധാവിയോട് തട്ടിക്കയറുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പോലീസ് ബാനർ അഴിച്ചു മാറ്റിയത്. ആ ബാനർ ഇപ്പോൾ വീണ്ടും SFI പ്രതിഷേധവുമായി വന്ന ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ച് അയാൾ കേരളം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം കഴിഞ്ഞ കുറെ നാളുകളായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നും ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്ന നിലക്കുള്ളതാണ്. ഈ ക്യാമ്പസിനകത്തെ SFI ഈ ദിവസങ്ങളിലൊക്കെ തന്നെ
ശക്തമായിട്ടുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സർവകലാശാലകളുടെ ചാൻസലറുടെ ഭാഗത്ത് നിന്ന് നിരന്തരം ഇടപെടൽ ഉണ്ടായിട്ടും ഒരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ച്, ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥി സമൂഹത്തെ സംബന്ധിച്ച് പാലിക്കാവുന്ന സംയമനത്തിന്റെ എല്ലാ നിലയ്ക്കുമുള്ള സംയമനം പാലിച്ചുകൊണ്ടാണ് SFI നിൽക്കുന്നത്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകൊണ്ടും SFI നിൽക്കുന്നത്. അദ്ദേഹം ഉൾപ്പെടെ ഈ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തെ അക്രമാസക്തമാക്കി മാറ്റുന്നതിന് വേണ്ടിയും സമരത്തിന്റെ മെറിറ്റ്, സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകാതെ ഏതു നിലയ്ക്കും അക്രമ സംഭവങ്ങൾ മാത്രം ചർച്ചയാക്കുക എന്ന നിലയിലേക്കാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഈ ഘട്ടത്തിലും പ്രകോപനത്തിന്റെ പരമാവധി ഉണ്ടായ സാഹചര്യത്തിലും ആക്രമണ സ്വഭാവത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ ഞങ്ങൾ ഉയർത്തിയ ബാനറുകൾ അത്രയും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ്, രാഷ്ട്രീയ ചോദ്യങ്ങളാണ്. ആ രാഷ്ട്രീയ മുദ്രാവാക്യത്തെ RSS ഭയപ്പെടുന്നത് പോലെ തന്നെ RSSന്റെ തലച്ചോറും പേറിക്കൊണ്ട് നടക്കുന്ന കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ ഭയപ്പെടുകയാണ്. RSSനെതിരായി മതനിരപേക്ഷതയുടെ കോട്ട കേരളം പടുത്തുയർത്തിയതുപോലെ തന്നെ സംഘികാനെതിരായിട്ടുള്ള മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിന്റെ കോട്ട ഈ മണ്ണിൽ ഉയരുക തന്നെ ചെയ്യും. ഇന്ന് അദ്ദേഹം ജനാധിപത്യപരമായി ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള 3 ബാനറുകൾ നീക്കം ചെയ്തു. ഇതിനെതിരെ ജനാധിപത്യ വിരുദ്ധമായി ഒന്നു മാത്രമാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗംഭീരനാണ്, ആരിഫ് ഖാൻ കിടുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് RSSകാർ ഈ ക്യാമ്പസിൽ സ്ഥാപിച്ച നിരവധി ബാനറുകളിൽ ഒന്ന് പ്രതീകാത്മകമായി ഞങ്ങൾ ഇവിടെ കത്തിക്കും. അതുമാത്രമാണ് ജനാധിപത്യ വിരുദ്ധമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. അത് കത്തിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സമരവീര്യം ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് മാത്രം ജനാധിപത്യ വിരുദ്ധമായ ഒരൊറ്റ പ്രക്രിയയ്ക്ക് ഞങ്ങൾ മുതിരുകയാണ്. അതിനപ്പുറം ജനാധിപത്യപരമായിട്ടുള്ള പ്രതിരോധം ഞങ്ങൾ ഉയർത്തും. ആ പ്രതിരോധം നാളെ നേരം പുലരുന്നതിനകം ഈ ക്യാമ്പസിനകത്ത് 100 കണക്കിന് രാഷ്ട്രീയ ബാനറുകൾ SFI ഉയർത്തും. 100 കണക്കിന് ചോദ്യങ്ങൾ ആരിഫ് ഖാനെതിരെ, RSSനെതിരെ, ഈ ക്യാമ്പസുകളെ സംഘപരിവാരവൽക്കരിക്കുന്നതിന്, കാവ്യവൽക്കരിക്കുന്നതിന്, കാവ്യയിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ ക്യാമ്പസുകളെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങൾക്കെതിരായി ഈ ക്യാമ്പസിൽ ഉയരുക തന്നെ ചെയ്യും. ഈ ഘട്ടത്തിൽ ഇവിടെ 2 ദിവസമായി ഇവിടെ കൂടിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അങ്ങേയറ്റം സമാധാനപരമായി ജനാധിപത്യപരമായിട്ടാണ് നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് 4 നിന്നും ഇവിടെ നിങ്ങളെ ഉത്തരവാദിത്വപ്പെടുത്തിയ ചാൻസലറുടെ, ഗവർണറുടെ സുരക്ഷാ ചുമതലയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തോ, ഞങ്ങൾ തടയാൻ വരുന്ന സാഹചര്യം ഉണ്ടാകില്ല. നിങ്ങൾക്കെതിരെ ഈ ഘട്ടത്തിലും ഞങ്ങൾ പോർവിളിക്കൊന്നും നിന്നിട്ടില്ല. എന്നാൽ ഇറങ്ങി കുനിയാൻ പറയുമ്പോ കമന്ന് കിടക്കുന്ന നിലയിലേക്ക് ഈ ക്യാമ്പസിനകത്ത് എത്തിച്ചേർന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരരുത്. മലപ്പുറം SP ഉൾപ്പെടെയുള്ള ആളുകൾ കുനിയാൻ പറയുമ്പോ കമന്ന് കിടക്കാൻ വേണ്ടി തയ്യാറാകുന്ന സാഹചര്യം ഉണ്ടാകുക. നിങ്ങളെ ഏൽപ്പിച്ച പണി അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ്. ആ പണിയെടുക്കുന്നതിനകത്ത് ഞങ്ങൾ തടയില്ല. എന്നാൽ ആരിഫ് ഖാൻ വന്നിറങ്ങിയിട്ട് ബാത്റൂം കഴുകിത്താണോ എന്ന് പറയുമ്പോ പോയി കഴുകാൻ നിന്നിട്ട് പോലീസിന്റെ അന്തസ്സ് കളയുന്ന പണി നിങ്ങൾ എടുക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ SFIക്ക് പറയാനുള്ളത്. ജനാധിപത്യപരമായ ശക്തമായ പ്രതിരോധം ഞങ്ങൾ ഉയർത്തും. ജനാധിപത്യ വിരുദ്ധമാണ് എന്ന ബോധ്യമുള്ള ഘട്ടത്തിൽ കൂടി ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ ചാൻസലർക്ക് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് ഇവിടെ ഇവിടെ കെട്ടി തയ്യാറാക്കിയിട്ടുള്ള നിരവധിയായ ബാനറുകളിൽ, ഫ്ലെക്സുകളിൽ ഞങ്ങൾ പ്രതിഷേധ സൂചകമായി കത്തിക്കും എന്നുള്ളതാണ്. കറുത്ത ബാനറുമായി ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച SFI PM ആർഷോയുടെ വാക്കുകളാണ് കേട്ടത്. ഇപ്പോൾ RSS സ്ഥാപിച്ച ഒരു ബാനർ കത്തിക്കുമെന്നാണ് ആർഷോ വ്യക്തമാക്കിയത്. ജനാധിപത്യപരമായ സമരം ചെയ്യുന്ന തങ്ങളോട് ഗവർണർ കാണിച്ച അനീതിക്കെതിരെയാണ് ഇത്തരത്തിലൊരു നടപടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാലിക്കറ്റ് സർവകലാശാലയിൽ കനത്ത SFI പ്രതിഷേധം രാത്രിയും തുടരുകയാണ്. PM ആർഷോയുടെ നേതൃത്വത്തിലാണ് കറുത്ത ബാനറുമായി പ്രതിഷേധം ഉയർത്തുന്നത്. RSS സ്ഥാപിച്ച ബാനറുകൾ, ഒരു ബാനർ കത്തിക്കുമെന്നാണ് PM ആർഷോ വ്യക്തമാക്കിയത്. ഗവർണറുടെ പരാമർശത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി നവകേരള സദസ്സിൽ നൽകുകയുണ്ടായി. ഗവർണർക്ക് കേരളത്തെപ്പറ്റി എന്തറിയാമെന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. കണ്ണൂരിനെ പറ്റി ഗവർണർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. കണ്ണൂരിൽ നടന്ന സമരങ്ങളെക്കുറിച്ചും കണ്ണൂരിൽ നിന്ന് വളർന്നു വന്ന വ്യക്തികളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പരാമർശിച്ചു. വളരെ
ശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി ഗവർണറെ വിമർശിച്ചത്. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ കറുത്ത ബാനറുമായി ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ. അതോടൊപ്പം തന്നെ ഗുരുദേവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെമിനാറാണ്. ഇതിനകത്ത് ഫ്ലെക്സിനകത്ത് ഗുരുദേവന്റെ ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രം മാറ്റിയതിനു ശേഷമാണ് സംഘികാന്റെ പടം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബാനർ ഞങ്ങൾ കത്തിക്കുന്നത്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ്, കത്തട്ടങ്ങനെ കത്തട്ടെ, കത്തട്ടങ്ങനെ കത്തട്ടെ, പ്രതിഷേധങ്ങൾ കത്തട്ടെ, കത്തട്ടെ തീയാളിയിടട്ടെ, കത്തട്ടെ തീയാളിയിടട്ടെ, പ്രതിഷേധാഗ്നി ജ്വലിക്കട്ടെ, പ്രതിഷേധാഗ്നി ജ്വലിക്കട്ടെ, ആരാണ്ടായതവനാണ്ട, ആരാണ്ടായതവനാണ്ട, ആരായാലും വേണ്ടിയില്ല, ആൻപരാഗം മുറുക്കി തുപ്പി ഞങ്ങളുടെ നേരെ പോരിന് വന്ന മോനെ ആരിഫ് ഖാന്, മോനെ ആരിഫ് ഖാന് കത്തിക്കും കത്തിക്കോ, കത്തിക്കും കത്തിക്കോ, ആരിത് പറയുന്നറിയാമല്ലോ, ആരിത് പറയുന്നറിയാമല്ലോ, SFI ആണ് SFI, ഇൻക്ലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ്, ദുലേറ്റെ, ചാൻസലറിസം ദുലേറ്റെ, ഇൻക്ലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ്, സ്വാതന്ത്ര്യം ജനാധിപത്യം, സോഷ്യലിസം,